കുട്ടികൾക്കും തക്ഷശിലയിലേക്ക് സ്വാഗതം. നമ്മൾ +1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. നമ്മളതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് കണ്ടു, അതുപോലെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കണ്ടു അല്ലേ. അപ്പോൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി is the powers raised to the fundamental physical quantity in order to express the derived unit of a physical quantity. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡിറൈവ്ഡ് യൂണിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ. ആ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സ് നമ്മൾ റേസ് ചെയ്യും. അതിനെയാണ് ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓരോ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഡയമെൻഷൻസ് ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ഡയമെൻഷൻ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏരിയ, വെലോസിറ്റി ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഇന്നും നമ്മൾ ഏരിയയിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ area of a rectangle. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ L ഇൻറ്റു B. അപ്പോൾ ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ലെങ്ത്തിൻ്റെ ക്യാപിറ്റൽ L അല്ലേ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും ഡിസ്റ്റൻസ് അല്ലെ, ലെങ്ത് തന്നെയാണ്. അപ്പം അതിനെ നമ്മൾ L എന്ന് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ എങ്ങനെയായിരിക്കും? L ഇൻറ്റു L. ഇപ്പോൾ A⁻m ഇൻറ്റു A⁻n എന്ന് പറയുന്നത് എന്തായിരിക്കും? A⁻m + n. ഓക്കെ. അപ്പോൾ ഇവിടെ L ഇൻറ്റു L, A⁻m ഇൻറ്റു A⁻n എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ L ഇൻറ്റു L എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും? L². ഇതായിരിക്കും ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡയമെൻഷൻ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുക? m⁻0 L² T⁻0. m⁻0 എന്ന് പറഞ്ഞാൽ എന്താ? m⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ് അല്ലേ. അപ്പോൾ മാസും ടൈമും ഇവിടെ ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിനെ പവർ 0 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ m⁻0 L² T⁻0 ഇതാണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ഇനി നമുക്ക് അടുത്ത എന്താ നോക്കാം? വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെങ്ത് തന്നെയാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാ? L. ടൈമിൻ്റെ നമ്മൾ എന്തായിരുന്നു ഡയമെൻഷൻ എങ്ങനെയാ പഠിച്ചത്? T, ക്യാപിറ്റൽ T ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? L/T ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ T⁻⁻1 വരും. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? L⁻⁻1 അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? m⁻0 L⁻⁻1 എഴുതാം. ഓക്കെ, മനസ്സിലായി. ഇപ്പോൾ ഏരിയയുടെ എന്തായിരുന്നു? L². അതുപോലെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എങ്ങനെയാ? L⁻⁻1. ഓക്കെ. ഇനി അടുത്തത്, അപ്പം ഏരിയ ആയി, വെലോസിറ്റി. ഇനി അടുത്ത എന്താണ്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി by time.
അപ്പോൾ ഇ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ അല്ലേ. എന്തായിരുന്നു? LT⁻⁻1 LT⁻⁻1 ബൈ ടൈമിൻ്റെ ടി. അപ്പോൾ ടി മോളിൽ പോവും അല്ലേ. അപ്പോൾ LT⁻⁻1 ഇൻറ്റു ടി മോളിൽ പോകുമ്പോൾ T⁻⁻1 വരും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ടിയുടെ നോക്കിക്കേ, ടി ഇൻറ്റു ടി ആണല്ലേ. A⁻m ഇൻറ്റു A⁻n എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ്? LT⁻⁻1 പ്ലസ് -1 -2. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണ്? LT⁻⁻2 അല്ലെങ്കിൽ m⁻0 LT⁻⁻2. ഇതാണ് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെലോസിറ്റിയുടെ എന്തായിരുന്നു? LT⁻⁻1. ആക്സിലറേഷൻ്റെ LT⁻⁻2. അപ്പോൾ ഇത് നമ്മൾ കാണാതെ പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് മറ്റുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ഇടാൻ നേരത്ത് അത് എളുപ്പമാവുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പം എന്തൊക്കെ കണ്ടു? വെലോസിറ്റി കണ്ടു, ഏരിയ കണ്ടു, ആക്സിലറേഷനും കണ്ടു. ഇനി അടുത്ത എന്താണ്? ഇനി നമുക്ക് ഡെൻസിറ്റി നോക്കാം. ഓക്കെ. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം. അപ്പോൾ ഡി എന്ന് പറയുന്നത് മാസിൻ്റെ എന്താണ്? ക്യാപിറ്റൽ M. വോളിയം എന്ന് പറയുന്നത് L³ ആണല്ലേ. L³. അപ്പോൾ L മുകളിലേക്ക് പോകുമ്പോൾ L⁻⁻3 ആവും. അപ്പോൾ mL-3. ഇതാണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടി ഇല്ല. അപ്പോൾ നമ്മൾ ടിയും കൂടെ ഉൾപ്പെടുത്തി എങ്ങനെ എഴുതുക? mL⁻⁻3 T⁻0. ഇങ്ങനെയായിരിക്കും എഴുതുന്നത്. ഓക്കെ. ഇപ്പം നമ്മൾ ആക്സിലറേഷൻ കണ്ടു, വെലോസിറ്റി കണ്ടു, ഡെൻസിറ്റി കണ്ടു. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മുടെ ഈ കോൺസ്റ്റൻസ് ഉണ്ടല്ലോ, നമ്പേഴ്സ്, കോൺസ്റ്റൻസ്, അതുപോലെ ഈ ആംഗിൾ, ഇതിനൊന്നും ഡയമെൻഷൻ ഇല്ല. അതൊക്കെ ഡയമെൻഷൻ ലെസ് ആണ്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും കോൺസ്റ്റൻറ്റോ എന്തിൻ്റെങ്കിലും ഇപ്പം ഡയമെൻഷൻ ഡിറൈവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിനകത്തെ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗിൾ, ഇതിനൊക്കെ ഡയമെൻഷൻ ഇല്ല. അത് ഓർത്തിരിക്കണം. ഓക്കെ. ഡയമെൻഷൻ ലെസ് ആണ്. അപ്പോൾ നമുക്കിനി കുറച്ച് ഡയമെൻഷൻ ഇപ്പോൾ കണ്ടുപിടിച്ച് നോക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഏരിയയുടെ എന്തായിരുന്നു? L² ആയിരുന്നല്ലേ. പിന്നെ എന്തായിരുന്നു? വെലോസിറ്റിയുടെ എന്തായിരുന്നു? LT⁻⁻1. അതുപോലെ ആക്സിലറേഷൻ്റെ എന്തായിരുന്നു? വെലോസിറ്റി ബൈ ടൈം ആയിരുന്നു. അപ്പം LT⁻⁻2. ഓക്കെ. ഇനി പിന്നെന്തായിരുന്നു? ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം. അപ്പോൾ mL⁻⁻3. അടുത്തത് ഫോഴ്സ്. ഫോഴ്സ് എന്താണ്? F=ma ആണല്ലേ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ്? മാസിൻ്റെ m, എയുടെ എന്താണ്? ആക്സിലറേഷൻ്റെ എന്താണ്? LT⁻⁻2. ഓക്കെ. അപ്പോൾ എഫിൻ്റെ mL⁻⁻2. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡയമെൻഷൻസ്, ബേസിക് ആയിട്ടുള്ള ഡയമെൻഷൻസ് നമ്മൾ ഓർത്തിരിക്കണം,
ബാക്കി ഡയമെൻഷൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്കത് ഡെറൈവ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? പ്രഷർ എന്താണെന്ന് നോക്കാം. പ്രഷർ പി എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? അപ്പോൾ എഫ് ബൈ എ. അപ്പോൾ എഫിൻ്റെ എന്താണ് നമ്മളിപ്പോൾ കണ്ടു? എം എൽ ടി റേസ് ടു -2 ബൈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എൽ സ്ക്വയർ അല്ലേ? അപ്പോൾ എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ഈ എൽ സ്ക്വയർ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ പോകുമ്പോൾ എൽ റേസ് ടു -2. ഓക്കെ, അപ്പോൾ ഇവിടെ എൽ ഇൻറ്റു എൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. ഓക്കെ, എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. അതാണ് പ്രഷറിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട എന്താണ്? പ്രഷർ. അടുത്തത് വർക്ക് എന്താണെന്ന് നോക്കാം. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു? എഫ് ഇസിക്കൽ ടു എം എ വെച്ചിട്ട് നമ്മൾ എം എൽ ടി റേസ് ടു -2 ആയിരുന്നു ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ എൽ. അപ്പോൾ വർക്കിൻ്റെ എന്തായിരിക്കും? എം എൽ സ്ക്വയർ ടി റേസ് ടു -2. വർക്ക് എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇനി അടുത്തത് പവർ. പവറിൻ്റെ എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈം ടേക്കൺ. ഓക്കെ, അപ്പോൾ വർക്കിൻ്റെ ഇപ്പം നമുക്ക് കിട്ടി എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ബൈ ടൈമിൻ്റെ എന്താണ്? ടി തന്നെയാണ് അല്ലേ? അപ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഇൻറ്റു എൽ. ടി എ മുകളിലേക്ക് വരുമ്പോൾ ടി റേസ് ടു -1. അപ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഇൻറ്റു ടി റേസ് ടു -1. അപ്പോൾ എങ്ങനെയായിരിക്കും? ടി റേസ് ടു -3. അപ്പോൾ പവറിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു -3. മനസ്സിലായല്ലോ? ഇപ്പോൾ നമുക്ക് ഡയമെൻഷൻ, ഏതിൻ്റെ ഡയമെൻഷനും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലേ? അപ്പോൾ വളരെ സിമ്പിളാണ്. മാസ്, ലെങ്ത്, ടൈം ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ടാണ്, 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നമ്മൾ അതിൻ്റെ യൂണിറ്റ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷനും അതിൻ്റെ യൂണിറ്റും അതിൻ്റെ സിമ്പലും ഒക്കെയാണ് തന്നിരിക്കുന്നത്. ഇതെല്ലാം കുറച്ചെങ്കിലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ആംഗിള്, അതുപോലെ നമ്പേഴ്സ്, ഇതിനൊന്നും ഡയമെൻഷൻ ഇല്ല, അതൊക്കെ ഡയമെൻഷൻ ലെസ് ആണ്. കേട്ടല്ലോ? അപ്പോൾ ഇത് നമ്മൾ മാക്സിമം ബൈ ഹാർട്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള വെലോസിറ്റി, അതുപോലെ ആക്സിലറേഷൻ, വർക്ക്, ഫോഴ്സ്, ഇതിൻ്റെ എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയമെൻഷനും കണ്ടു, ഡയമെൻഷണൽ അനാലിസിസും കണ്ടു. ഡയമെൻഷണൽ അനാലിസിസിന് അല്ലെങ്കിൽ ഡയമെൻഷൻസിന് 2 ആപ്ലിക്കേഷനാണുള്ളത്. ഒന്ന്, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ഡയമെൻഷൻ ഉപയോഗിച്ച്
അതിൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ നമുക്ക് ഡയമെൻഷൻ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ എന്താണ്? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അപ്പോൾ ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതിന് പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്നാണ്. ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്ന് പറയുന്നത് ആൻ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി will be correct if the dimension of each term on both sides of the equation are same. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? An equation representing a physical quantity will be correct if the dimension of terms on both sides of the equation are same. എന്ന് വെച്ചാൽ ഒരു നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടുള്ള ടേംസിൻ്റെ ഓരോ ടേംസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ചാണ് നമ്മളൊരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ, ഇവിടെ നമുക്കൊരു ഇക്വേഷൻ നമുക്ക് അതിൻ്റെ കറക്റ്റ്നെസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഇക്വേഷനാണ് v = u + at എന്ന് പറയുന്നത്. p എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലേ, Lt⁻⁻1. u എന്താണ്? അതും ഇത് ഫൈനൽ വെലോസിറ്റി, അത് u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ രണ്ടും വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് Lt⁻⁻1 ആണ്. പ്ലസ് a എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ. ആക്സിലറേഷനെ നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ, Lt⁻2 ഇൻറ്റു ടൈമിൻ്റെ ക്യാപിറ്റൽ T. അപ്പോൾ Lt⁻1 equal to Lt⁻1 പ്ലസ് ഇവിടെ L, ഓക്കെ, T⁻2 ഇൻറ്റു T⁻1. അപ്പോൾ a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്ന രീതി കിടക്കുകയാണ് അല്ലേ. അപ്പം ഈ -2 + 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ -1 വരും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം? ലെഫ്റ്റ് സൈഡിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് Lt⁻1, അതുപോലെ റൈറ്റ് സൈഡിൻ്റെ ഓരോ ടേം എന്ന് പറയുന്നത് ഇതൊരു ടേം ഇതൊരു ടേം, ഓരോ ടേമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നതും Lt⁻1ഉം ഇവിടെ Lt⁻1. അപ്പം ലെഫ്റ്റ് സൈഡിൻ്റെ ഡയമെൻഷനും റൈറ്റ് സൈഡിൻ്റെ ഓരോ ടേമിൻ്റെ ഡയമെൻഷനും സെയിം ആയി. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ആയി അല്ലേ. അപ്പോൾ ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഡയമെൻഷനലി കറക്റ്റ്. മനസ്സിലായോ? എങ്ങനെയാണ് ഒരു ഇക്വേഷൻ്റെ ഡയമെൻഷനലി കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് ഒരു ഇക്വേഷനോടെ നോക്കാം. ഇപ്പോൾ നമ്മൾ v = u + at ആണ് നോക്കിയത്. ഇനി s = ut + ½at² നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇതിൻ്റെ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് നോക്കാം. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലേ. അപ്പോൾ ലെങ്ത് L. u എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി ആണ്. അപ്പോൾ Lt⁻1. ടിയുടെ എന്താണ്? ക്യാപിറ്റൽ T പ്ലസ് ഹാഫ് എന്ന് പറയുന്നത് അതിന് ഡയമെൻഷൻ ഒന്നും ഇല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്പറിനൊന്നും ഡയമെൻഷൻ ഇല്ല എന്ന്. a എന്ന് പറയുന്നത് Lt⁻2 ടൈമിൻ്റെ T. അപ്പോൾ T²ൻ്റെ ക്യാപിറ്റൽ T². അപ്പോൾ L എന്ന് പറയുന്നത് ഇവിടെ a⁻m × a⁻n എന്നുള്ള രീതി വീണ്ടും വന്നു.
അപ്പോൾ ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു +1 +1 -1 കൂടെ പോയിട്ട് ടി റേസ് ടു 0 പ്ലസ് ഹാഫ് ഇവിടെയോ എൽ ടി റേസ് ടു -2 ഇൻറ്റു ടി റേസ് ടു +2 അപ്പോൾ -2 +2 കൂടെ ടി റേസ് ടു 0. അപ്പോൾ എൽ എന്ന് പറയുന്നത് ടി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാലോ. അപ്പോൾ ഇവിടെ എന്താണ് ഈക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെയും റൈറ്റ് സൈഡിൻ്റെ ഓരോ ടേമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സെയിം ആയി അല്ലേ. രണ്ട് സൈഡും ബോത്ത് സൈഡ്സ് ഓരോ ടേമിൻ്റെ ഡയമെൻഷനും സെയിം ആയി. അപ്പം ഇതിനെ നമുക്ക് എന്ത് പറയാം, ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാം. ഡയമെൻഷനലി കറക്റ്റ്. ഇപ്പം മനസ്സിലായോ ഓരോ ഇക്വേഷൻ്റെയും എങ്ങനെയാണ് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത ആപ്ലിക്കേഷൻ എന്താണ് ഞാൻ പറഞ്ഞത്, ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്ക് ഡയമെൻഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒരു ബോബ് ഒരു ത്രെഡിൽ കെട്ടിയിട്ട് അതിങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നു. അതിനെ നമ്മളിങ്ങനെ വലിച്ചിട്ട് വിടുവാണെങ്കിൽ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ ടൈം പീരീഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് +2 പ്രാക്ടിക്കൽ ചെയ്യാനുള്ളതാണ്. അപ്പം മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടൈം പീരീഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ എടുക്കുകയാണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് ലെങ്ത്ത്, ആ ഹാങ് ചെയ്തതിൻ്റെ ലെങ്ത്ത്, അതുപോലെ മാസ് ഓഫ് ദ ബോബ് ആൻഡ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ടൈം പീരീഡ് ടി എന്തിനെയൊക്കെയാണ് നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്മൾ എന്തൊക്കെയാ, ഒന്ന് മാസ്, ഒന്ന് ലെങ്ത്ത്, ഒന്ന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ എടുത്തു, അസ്യൂം ചെയ്തു. ഓക്കെ. അപ്പോൾ പ്രപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ നമുക്ക് ഒരു കോൺസ്റ്റന്റിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ആക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനെ കെ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ. കെ ഇൻറ്റു എം എൽ ഇൻറ്റു ജി. മനസ്സിലായോ? അപ്പോൾ ടിയുടെ ഡയമെൻഷൻ എന്താണ്, ക്യാപിറ്റൽ ടി. ഓക്കെ. ഇനി കെക്ക് ഡയമെൻഷൻ ഇല്ല, കെ അങ്ങനെ തന്നെ എഴുതി. മാസിൻ്റെ എം, ഇത് ലെങ്ത്തിൻ്റെ ക്യാപിറ്റൽ എൽ. ജി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ആക്സിലറേഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, എൽ ടി റേസ് ടു -2. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാം ഡയമെൻഷൻ എഴുതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പവേഴ്സ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എ, മാസിൻ്റെ എ എന്നും ലെങ്ത്തിൻ്റെ ബി എന്നും ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ സി എന്നും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എ, ബി, സി. അപ്പോൾ എമ്മിൻ്റെ ഇവിടെ എന്താ വരിക, റേസ് ടു എ, ലെങ്ത്തിൻ്റെ ബി, അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റേസ് ടു സി. അപ്പോൾ നമ്മൾ അതിൻ്റെ പവർ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ എ, ബി, സി എന്ന് കൊടുത്തു. മാസിൻ്റെ എ, ലെങ്ത്തിൻ്റെ ബി, ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ സിയും കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം അല്ലേ. കെ ഇൻറ്റു എം റേസ് ടു എ അപ്പോൾ എല്ലിൻ്റെ നമ്മൾ കൊടുത്തത് ബി ആണല്ലേ. ബിയും ഇവിടെ ഒരു സിയും ഉണ്ട്. ടിയുടെ എങ്ങനെയാണ്, ടി എന്ന് പറയുന്നത് എ ഇൻറ്റു എം
എ റേസ് ടു എം ഇൻറ്റു എൻ എന്നാണ്. അപ്പോൾ എ റേസ് ടു എം എൻ എന്നാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടി റേസ് ടു -2 ഇൻറ്റു സി -2c എന്ന് വരും. ഓക്കെ, അപ്പോൾ പിന്നെ എങ്ങനെ എഴുതാം? കെ എം റേസ് ടു എ എൽ റേസ് ടു ബി പ്ലസ് സി ടി റേസ് ടു -2c എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായോ? പറ്റി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ ബോത്ത് സൈഡ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഓരോ ടൈമിൻ്റെ സെയിം ആയിരിക്കണം. അപ്പം നമ്മൾ ഈ രണ്ട് സൈഡിൻ്റെ പവേഴ്സ് നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്യാൻ പോകണം. അപ്പം മാസ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. അപ്പം മാസിൻ്റെ റേസ് ടു 0 അല്ലേ? ഇവിടെ m0 L0 T റേസ് ടു 1 ആണ്. ഇവിടെ K m റേസ് ടു A L റേസ് ടു B പ്ലസ് C T റേസ് ടു -2c. ഓക്കെ, അപ്പോൾ മാസിൻ്റെ 0. അപ്പോൾ എ എന്ത് കിട്ടി? എ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഏതാ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്? എല്ലിൻ്റെ ബി പ്ലസ് സി ഈക്വൽ ടു 0. അടുത്തത് ടിയുടെ ഏതാണ്? ലെഫ്റ്റും റൈറ്റും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1 ഈക്വൽ ടു -2c എന്ന് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയത്? എ ഈക്വൽ ടു 0 കിട്ടി, ബി പ്ലസ് സി ഈക്വൽ ടു 0, -1 ഈക്വൽ ടു -2c. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത് 1, ഇത് 2, ഇത് 3. അപ്പോൾ 3യിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഫ്രം 3 നമുക്ക് എന്ത് എഴുതാം? സി എന്ന് പറയുന്നത് -1/2 ആണ് എഴുതാം അല്ലേ? അപ്പോൾ സിയുടെ വാല്യൂ കിട്ടി -1/2. ഇനി അതെടുത്ത് ബിയിലിട്ട് കൊടുക്കാം. 2ലിട്ട് കൊടുക്കുക. എന്ത് കിട്ടും? ബി എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എ 0 കിട്ടി, ബി 1/2 കിട്ടി, സി എന്ന് പറയുന്നത് -1/2 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ടി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? കെ ഇൻറ്റു എം ഇല്ല, എ 0 അപ്പം എം ഇല്ല. എൽ എന്ന് പറയുന്നത് എന്താണ്? എല്ലിൻ്റെ എന്താണ്? എൽ റൈസ് ടു ബി എന്താ? 1/2 ആണ് കിട്ടിയല്ലേ? ജിയുടെ എന്താ? സി എന്താ കിട്ടിയേ? -1/2. അപ്പോൾ എൽ കെ എൽ റൈസ് ടു 1/2 ജി റൈസ് ടു -1/2. ഇതിനെ നമുക്ക് സ്ക്വയർ റൂട്ടിൻ്റെ ടേംസിൽ എഴുതാം അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? കെ വെളിയിൽ സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ടിൻ്റെ അവിടെ ഇവിടെ +1/2. അപ്പം എൽ മോളിൽ പോവും. ജി എന്ന് പറയുന്ന -1/2. അപ്പം ജി എന്ന് പറയുന്ന ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ ടി എന്ന് പറയുന്നത് എന്താണ്? കെ ഇൻറ്റു √L/G എന്ന് പറയും. ഇവിടെ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അത് പല മെത്തേഡ് ഉപയോഗിച്ച് അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2π ആണ്. 2π ഇൻറ്റു √L/G എന്നാണ് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ. മനസ്സിലായോ? അപ്പോൾ ടി എന്ന് പറയുന്നത് എന്താണ്? 2π ഇൻറ്റു √L/G. ഇതങ്ങനെയാണ് നമ്മൾ ഒരു ഫിസിക്കൽ ഡയമെൻഷൻ ഉപയോഗിച്ച് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലുള്ള ഡയമെൻഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയത്. ഇതെന്താണ്? ടൈം പീരീഡ് ഓഫ് എഫ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.